ഹായ് ഫ്രണ്ട്സ്, ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അമൃതപ്പൊടി കൊണ്ടുള്ള ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അമൃതപ്പൊടി വീട്ടിലുണ്ടായിട്ടും കുട്ടികൾ കഴിക്കാതെ വേസ്റ്റായി പോകുന്നൊരു അവസ്ഥ വരാറുണ്ട്. ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് സവാളയൊന്ന് റെഡിയാക്കി എടുക്കണം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അമൃതപ്പൊടിയാണ്. ഇതിൽ നിന്നും 2 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ സാധാരണ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഇതിൽ നിന്നും 2 ഗ്ലാസ് നമുക്ക് എടുക്കാം. 2 ഗ്ലാസ്സിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 1 ഗ്ലാസ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്തൊന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ അമൃതപ്പൊടി ഒരു പൊടിഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, കുറച്ച് മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞ രീതിയിലൊരു മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിതിലേക്കൊരു ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഉള്ളിയും പൊടികളുമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയമൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ സമയം വെക്കുന്ന സമയത്ത് ഉള്ളിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുറഞ്ഞതൊരു 1/2 മണിക്കൂറൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ആയാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് സ്പൂണിൽ കുറേശ്ശെ കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലാവുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമുക്കിതുപോലെ സ്പൂണിൽ കുറേശ്ശെ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിൽ അമൃതപ്പൊടി ഉണ്ടായിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് കേടായി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.
ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് കോരിയും ഇടാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കോരിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവെടുത്താൽ മതി. അപ്പം ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേശ്ശെ മാവെടുത്തിട്ടൊന്ന് കൈകൊണ്ട് പരത്തി കൊടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ എണ്ണയിൽ നമുക്ക് ഇടാൻ കഴിയും. അപ്പോൾ വലിയ ഉള്ളിവടയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ മാവെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്കിതിൽ മൈദ ചേർക്കാതെയും ഉണ്ടാക്കാം. പക്ഷെ മൈദ ചേർക്കാതെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഇത് അമൃതപ്പൊടി ഒരു പൊടിഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്തൊക്കെ പൊടിഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഇതുള്ളത്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അമൃതപ്പൊടി കൊണ്ട് ഇതുപോലെ വേറെയും ഒരുപാട് സ്നാക്സുകൾ നമുക്കുണ്ടാക്കാൻ കഴിയും. ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.